നമസ്കാരം. പെട്രോൾ ഡീസൽ വില വർധനവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രീമിയം പെട്രോളിൻ്റെ വില കേരളത്തിൽ 100 കടന്നു. സാധാരണ പെട്രോളിന് 100 രൂപയ്ക്ക് അടുത്ത് എത്താറായി. തൊട്ടു പിന്നാലെ ഡീസലും ഉണ്ട്. ഒരു മാസത്തിനകം ഡീസലും പെട്രോളും സെഞ്ചുറി അടിക്കാനാണ് സാധ്യത. ഈ വില വർധനവിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളല്ല മറ്റുള്ളവരാണ് ഇതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ പ്രതിപക്ഷം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കേരളം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള നികുതി കുറച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസമാകും എന്ന മട്ടിലുള്ള ഒരു പ്രമേയം കൊണ്ടുവരികയുണ്ടായി. അതിനെപ്പറ്റി ധനകാര്യമന്ത്രി അപ്പോൾ തന്നെ മറുപടി നൽകി. എന്നാലും പ്രതിപക്ഷവും വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടിയും ഈ പ്രചരണം വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP-കാരുടെ കാര്യം പിന്നെ വലിയ തമാശയാണ്. അവർക്ക് കള്ളം പറഞ്ഞേ ശീലമുള്ളൂ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 100 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന പെട്രോളിന് 1 ലിറ്റർ വിൽക്കുമ്പോൾ കേരളത്തിന് 35 രൂപയോളം കിട്ടുന്നുണ്ട്, കേന്ദ്രത്തിന് 20-22 രൂപ. അപ്പോൾ ആരാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത്? ഈ മട്ടിലുള്ള പോസ്റ്റുകൾ, അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ആരാണിതിൽ കുറ്റക്കാർ എന്ന് ജനങ്ങൾ യഥാർത്ഥത്തിൽ അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ആകെ വിശദീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. കേരളത്തിലെ വില പെട്രോളിന് 97.54 രൂപയും ഡീസലിന് 92.89 രൂപയുമാണ്. മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടി നോക്കൂ. രാജസ്ഥാൻ പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ പെട്രോളിൻ്റെ വില 100 കടന്നു, ഡീസലിന് 95 ചില്ലറയായി. BJP ഭരിക്കുന്ന കർണാടക ഇതിലുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹി ഉണ്ട്. ഇവിടെയൊക്കെ വില കേരളത്തിൻ്റെതിന് സമാനമാണ്, അഥവാ അതിനേക്കാൾ കൂടുതലാണ്. അതൊന്നും പിണറായി വിജയൻ കാരണമല്ലേ? ആണോ? എന്തുകൊണ്ടാണ് അവിടെയും വില കയറുന്നത്? ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയിക്കുന്നത് സംസ്ഥാന സർക്കാരുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. സംസ്ഥാനങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നും തന്നെയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ജനവിരുദ്ധമായ നയങ്ങളാണ് യഥാർത്ഥത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിൻ്റെ കാരണം. ആ കാര്യങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ ജനങ്ങളോട് പറയേണ്ടത്. പക്ഷേ അത് പറയാതെ ഇതിൻ്റെ എല്ലാം കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നവർ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും പഞ്ചാബിലും എന്തുകൊണ്ടാണ് 60 രൂപയ്ക്കോ 65 രൂപയ്ക്കോ പെട്രോൾ ലഭിക്കാത്തത് എന്ന് വിശദീകരിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് പെട്രോളും ഡീസലിനും പുറമെ ക്രൂഡിൽ നിന്നുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ 80-85% നാം ഇറക്കുമതി ചെയ്യുകയാണ്. സ്വാഭാവികമായും ക്രൂഡ് ഓയിലിൻ്റെ വില പെട്രോളിൻ്റെ വിലയെ സ്വാധീനിക്കും എന്നാണ് നാം കരുതേണ്ടത്. അങ്ങനെയാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $70. അത് $135 വരെ ഉയർന്ന സമയമുണ്ടായിട്ടുണ്ട്. അന്നത്തേതിനേക്കാൾ ഉയർന്ന വിലയിലാണ് ഇന്ന് പെട്രോൾ, ഡീസൽ എന്നിവ വിൽക്കുന്നത് എന്നതാണ് ഒരു വിരോധാഭാസം. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ $22 ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരുന്നു. അപ്പോഴും പക്ഷെ പെട്രോളിൻ്റെ വില കുറഞ്ഞിരുന്നില്ല. പറഞ്ഞല്ലോ, ഒരു ബാരൽ ക്രൂഡ് ഓയിൽ സമം $70.
ഒരു ബാരൽ എന്ന് വെച്ചാൽ 159 ലിറ്ററാണ്. അങ്ങനെ നോക്കിയാൽ 1 ലിറ്റർ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 32 രൂപയോളം വരും. 32 ഡോളർ അല്ല, 32 രൂപ. 32 രൂപയ്ക്ക് 1 ലിറ്റർ ക്രൂഡ് ഓയിൽ നമുക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ അത് വിൽക്കപ്പെടുന്നത് പെട്രോളിന് 96-97 രൂപയ്ക്കും ഡീസലിന് 92-93 രൂപയ്ക്കുമൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതാണല്ലോ നാം പരിശോധിക്കേണ്ടത്. അതിൻ്റെ കാരണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മുകളിൽ ചുമത്തുന്ന നികുതികളാണ്, സംശയമില്ല. അപ്പൊ അടുത്ത ചോദ്യം, ആരാണ് ഈ നികുതി ചുമത്തുന്നത്? സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനം പിൻവലിക്കണമല്ലോ, കേന്ദ്രമാണെങ്കിലോ അവർ പിൻവലിക്കണം. സാധാരണഗതിയിൽ പലതരം നികുതികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, വിവിധ സെസ്സുകളുണ്ട്, മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എത്രയാണ് എന്ന് പറയുന്നതിന് മുൻപ് നേരത്തെ എങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. ഇപ്പോഴത്തെ രൂപത്തിലേക്ക്, അതായത് എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എന്നു മുതലാണ് വന്നത്? എല്ലാ കാലവും ഇങ്ങനെയായിരുന്നോ? അല്ല. നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറയും. ഞാനത് വിശദീകരിക്കുന്നില്ല. എണ്ണ കമ്പനികൾക്ക് ചുരുങ്ങിയ വിലയ്ക്ക് അവർ ജനങ്ങൾക്ക് എണ്ണ നൽകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തും. അതാണ് സബ്സിഡി, അതാണ് പൊതുചെലവ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഈ കമ്പനികളെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളായിരുന്നു. പക്ഷേ 90കളിൽ സ്വകാര്യവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ വരുന്നു. സ്വകാര്യ കമ്പനികൾ, SRനെ പോലെ, റിലയൻസിനെ പോലെയുള്ള വമ്പൻ കമ്പനികൾ ഈ മേഖലയിലേക്ക് വരുന്നു. അവർ കേന്ദ്ര സർക്കാരിൽ എണ്ണവില തങ്ങൾക്ക് നിശ്ചയിക്കാനുള്ള അധികാരത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു. ഒടുവിൽ അവർ വിജയിക്കുന്നു. എപ്പോഴാണ് വിജയിച്ചത്? രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ്. ശ്രദ്ധിക്കണേ, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് അവരുടെ പരിശ്രമം വിജയിച്ചില്ല. എന്തുകൊണ്ട് വിജയിച്ചില്ല? ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും ഭരിക്കാനുള്ള പിന്തുണ ഇടതുപക്ഷത്തിൻ്റേത് കൂടിയായിരുന്നു. പക്ഷേ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പിന്തുണയുടെ ബാധ്യത, അത് ഇൻവെർട്ടഡ് കോമയിലാണ്, കോൺഗ്രസിന് ഇല്ലാതെയായി. അതുകൊണ്ടോ കമ്പനികൾ ആവശ്യപ്പെട്ടതുപോലെ പെട്രോളിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തു, എണ്ണ കമ്പനികൾക്ക് കൊടുത്തു. അന്ന് എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ സമീപനം? ഇടതുപക്ഷം അതിനെ എതിർത്തു. ഇത് വില വർധനവിന് കാരണമാകും എന്ന് ചൂണ്ടിക്കാട്ടി. അപ്പോൾ കോൺഗ്രസും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞത് ഇല്ല, പെട്രോളിന്റെ വില ആവിധം കയറില്ല. ക്രൂഡ് ഓയിലിന്റെ വില കയറുന്നതിനനുസരിച്ച് കയറും, പക്ഷേ താഴുന്നതിനനുസരിച്ച് ഇവിടെ വില താഴും. അതൊരു സിമ്പിൾ എക്കണോമിക്സ് ആണ്. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ലക്ഷ്യം നല്ലതാണ് ആണല്ലോ. പക്ഷെ എന്താണ് റിസൾട്ട്? അന്ന് BJPയുടെ അഭിപ്രായം എന്തായിരുന്നു? അതിശക്തമായി ഇന്നത്തെ പ്രധാനമന്ത്രിയും ഇന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ നീക്കത്തെ എതിർത്തു. ഇവർ എണ്ണ കമ്പനികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ സർക്കാർ എന്നവർ പറഞ്ഞു. അതിന്റെ റിസൾട്ട് നമുക്കറിയാം. പെട്രോളിന്റെ വില ദിവസേന 50 പൈസ, 20 പൈസ, 25 പൈസ എന്ന മട്ടിൽ കൂടിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് അങ്ങനെ കൂടില്ലായിരുന്നു. പിന്നീടാണ് തമാശ മനസ്സിലാക്കേണ്ടത്. 2014 മെയ് മാസം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ആ ജൂൺ മാസത്തിൽ അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുൻപ് ഡീസലിന്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം
മോദി ഗവൺമെന്റ് കമ്പനികൾക്ക് നൽകി. നോക്കൂ, ഇവർ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്. അന്നെന്താണ് ഇടതുപക്ഷം പറഞ്ഞത്? ഇടതുപക്ഷം അതിനെ എതിർത്തു, പാർലമെന്റിനകത്തും പുറത്തും. കോൺഗ്രസോ അവർ എതിർത്തില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായി പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾക്കും പ്രവർത്തകർക്കും എണ്ണവില എണ്ണ കമ്പനികൾ നിശ്ചയിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് പറയാൻ സാധിക്കുമോ? പഴയതുപോലെ ഓയിൽ പൂൾ അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം എന്ന് പറയാൻ സാധിക്കുമോ? ഇടതുപക്ഷത്തിന് സാധിക്കും. ഞങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി നിർത്തണം. ഇത് കമ്പനികളെ സഹായിക്കുന്ന പരിപാടിയാണ്. മറ്റാർക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഒരു ചോദ്യം കൂടി. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡീസലിന്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം നരേന്ദ്രമോദി എണ്ണ കമ്പനികൾക്ക് കൈമാറിയപ്പോൾ അന്ന് 2014 ജൂണിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ അതിനെ എതിർത്തതായി കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പ്രസ്താവന, ഒരു പ്രസംഗം, ഒരു പത്രവാർത്ത പാർലമെന്റിനകത്തോ പുറത്തോ കോൺഗ്രസ് നടത്തിയതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്. പെട്രോളിന്റെ വില നിർണയിക്കാനുള്ള അധികാരം സർക്കാരിൽ നിന്ന് എടുത്തു കളഞ്ഞത് കോൺഗ്രസ് ആണ്. അത് പൂർത്തീകരിക്കുകയാണ് BJP ചെയ്തത്. അതുകൊണ്ടോ നിങ്ങൾ ഇരുകൂട്ടരും യഥാർത്ഥത്തിൽ ഈ കമ്പനികളെ സഹായിക്കുന്ന നിലപാടെടുത്തവരാണ്. അതുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്. ഇനി നമുക്ക് ഈ നികുതിയിലേക്ക് വരാം. എങ്ങനെയാണ് നികുതികൾ? പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട ഒരു നികുതി ഇറക്കുമതി ചുങ്കമാണ്. ഇപ്പോൾ BJPയുടെ പ്രവർത്തകർ, നേതാക്കൾ വലിയ തോതിൽ പറയുന്നത് എന്താണ്? ഈ ഇറക്കുമതി ചുങ്കം അഥവാ എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത് കേന്ദ്രത്തിന് മാത്രമല്ല. അങ്ങനെ പങ്കുവെക്കുമ്പോൾ കേരളത്തിന് 15 രൂപയോളം കിട്ടുന്നുണ്ട്. അതുകൂടാതെയോ മൂല്യവർദ്ധിത നികുതിയായി 22 രൂപ വേറെയുണ്ട്. അപ്പോൾ കണക്ക് ശരിയാണ്, 37 രൂപയായി. പക്ഷേ എന്താണ് കേന്ദ്ര BJP സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്ന തട്ടിപ്പ്? 2014 മോദി ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു പെട്രോളിന്റെ ഇറക്കുമതി ചുങ്കം? 9.48 രൂപയായിരുന്നു. 2021 36 രൂപയായി. വർധനവ് നോക്കൂ. ഇനി ഡീസലിന്റെ കാര്യത്തിലോ 2014 അത് 3.56 രൂപയായിരുന്നു. 2021 അതും 33 രൂപയായി. വലിയ വർധനവാണ്. നേരത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിലെ അന്തരം 30-35 രൂപയോളം അന്തരം ഉണ്ടായിരുന്നു ഒരു 10 കൊല്ലമൊക്കെ മുന്നേ. അതിപ്പോൾ ഓടി അടുത്തെത്തി. ഉസൈൻ ബോൾട്ടിന്റെ പിറകെ ജസ്റ്റിൻ ഗാറ്റ്ലിൻ വരുന്നത് പോലെ തൊട്ടുപിറകെ എത്തി. ഗാറ്റ്ലിൻ ബോൾട്ടിനെ ഒരിക്കൽ തോൽപ്പിച്ചതുപോലെ ഡീസൽ പെട്രോളിനെ കടത്തിവിട്ടു. അതിൻ്റെ ഒരു കാര്യം എന്താണ്? അവിടെയാണ് മോദി സർക്കാരിൻ്റെ നികുതി ഘടനയുടെ ഒരു പ്രത്യേകത നാം കാണേണ്ടത്. ഈ 7 വർഷത്തിനിടയിൽ 360% നികുതിയാണ് പെട്രോളിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. ഡീസലിൻ്റെതോ അത് 825%. കായിക താരങ്ങൾ, ഓടാൻ കുറച്ച് പിറകിലുള്ളവർ ഉത്തേജക മരുന്നെല്ലാം കുത്തിവെച്ച് മത്സരം ജയിക്കാൻ ശ്രമിക്കില്ലേ എന്നതുപോലെ 30 രൂപ പിറകിൽ നിൽക്കുന്ന ഡീസലിന് 825% നികുതി ചുമത്തി പെട്രോളിന്റെ ഒപ്പമെത്തിക്കാൻ പാടുപെട്ടു നരേന്ദ്രമോദിയുടെ സംഘം. ഇനി മറ്റൊരു കാര്യം നോക്കൂ. ഇവർ ഈ പറയുന്ന എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും എക്സൈസ് ഡ്യൂട്ടി സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണം. അപ്പൊ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് 10 രൂപയോ 15 രൂപയോ കിട്ടും. കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും.
എന്ത് ചെയ്തു നരേന്ദ്രമോദിയും സംഘവും? അവര് ബേസിക് എക്സൈസ് ഡ്യൂട്ടി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 4 രൂപയോളമാണ്. അതെങ്ങനെയാണ് വിഭജിക്കപ്പെടുക? അതിൽ 58% കേന്ദ്രത്തിനാണ്, 42% ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്കാണ്. എന്ന് വെച്ചാൽ കേരളത്തിന് പെട്രോൾ വിൽക്കുമ്പോൾ ഒരു 5 പൈസ 6 പൈസ എല്ലാം കിട്ടും. ഡീസൽ വിൽക്കുമ്പോൾ 3 പൈസ 4 പൈസ കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുക ഉത്തർപ്രദേശിനാണ്. 7-8 കോടിയോളം ജനസംഖ്യയുണ്ട്. അവർക്ക് 25 പൈസയോളം കിട്ടും. ഈ ബേസിക് എക്സൈസ് ഡ്യൂട്ടി ഇവർ കൂട്ടിയില്ല. പകരം ഏതാണ് കൂട്ടിയത്? അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. അത് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട. ചില സെസ്സുകൾ കൂട്ടി. അതൊന്നും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട. നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്നതാണ്. ഈ വിധത്തിൽ 2014 മുതൽ 2020 വരെ കേന്ദ്ര സർക്കാർ ഏകദേശം 20 ലക്ഷം കോടിയോളം രൂപ നികുതി വർധനവിലൂടെ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്. ഇതെല്ലാം സർക്കാർ രേഖകളാണ്. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിലവർധനവിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. ആ നികുതി കുറച്ചാലോ സ്വാഭാവികമായും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും. ഇനി നാം പരിശോധിക്കേണ്ടത് ഇതിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ സർക്കാരിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യങ്ങളെയും നാം പരിഗണിക്കണം. അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണമല്ലോ. കേരളത്തിന് ലഭിക്കുന്നത് പറഞ്ഞല്ലോ വാറ്റാണ്, മൂല്യവർദ്ധിത നികുതി. അതെങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ നികുതി തീരുമാനിക്കുമ്പോൾ അതിനാനുപാതികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്നതാണ്. ഭീമമായി അവർ വർദ്ധിപ്പിക്കുകയാണ്. സ്വാഭാവികമായും വാറ്റ് കൂടും. എന്താണ് കേരളത്തിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട്? കേരള സർക്കാർ നികുതി കൂട്ടിയിട്ടില്ല. കൂട്ടിയത് കേന്ദ്ര സർക്കാരാണ്. കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്, അല്ലേ? അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? കേരളത്തിന് പെട്രോൾ വിൽക്കുമ്പോൾ 22 രൂപയോളം വാറ്റ് കിട്ടുന്നുണ്ട്. ഡീസൽ വിൽക്കുമ്പോൾ 18 രൂപയോളം കിട്ടുന്നുണ്ട്. അത് രണ്ടും സത്യമാണ്. അത് കുറയും എപ്പോ? കേന്ദ്ര സർക്കാർ നികുതി കുറച്ചാൽ. അവരല്ലേ കൂട്ടിയത്, അവർ കുറയ്ക്കട്ടെ. ഇതാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും പൊതുവിലുള്ള നിലപാട്. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ഇവിടെ UDF നടത്തുന്ന ഒരു പ്രചരണം നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എന്തോ വലിയ തോതിൽ ഇളവെല്ലാം നൽകി, പിന്നീട് LDF അങ്ങനെ നൽകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഓരോ സംസ്ഥാനത്തെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയുടെ ഒരു ചാർട്ട് നിങ്ങളുടെ മുൻപിൽ കാണിച്ചല്ലോ. ഇനി ഓരോ സംസ്ഥാനത്തും വാറ്റിൻ്റെ ഭാഗമായി, മൂല്യവർദ്ധിത നികുതിയുടെ ഭാഗമായി എത്ര ശതമാനം പൈസ അതാത് സർക്കാരുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ കണക്കും ലഭ്യമാണ്. രൂപയല്ല പറയുന്നത് കേട്ടോ, ശതമാനം. എന്തുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ 90-ന് മുകളിൽ പെട്രോൾ ഡീസൽ വില നിൽക്കുന്നത്? ഈ കാരണമാണ്. ശതമാനം ഏറെക്കുറെ ഒരുപോലെയാണ്, ചില ഏറ്റക്കുറച്ചിലുകളുണ്ട്. കേരളത്തിന് എത്ര ശതമാനം കിട്ടും? പെട്രോളിന്റെ വിൽപ്പനയിൽ കേരളത്തിന്റെ നികുതി 30.08%. ഡീസലിന്റെ വിൽപ്പനയിൽ അത് 22.76%. കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി എന്തോ വലിയ ഇളവ് നൽകി എന്നാണല്ലോ. ശരിയാണ്, 1-2 തവണ വില കുറച്ചു, പിന്നീട് ക്രമാതീതമായി കൂട്ടി. അങ്ങനെ 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ നികുതി ഘടന എങ്ങനെയായിരുന്നു? അത് പെട്രോളിന് 31.8%, ഡീസലിന് 25.6%. ഇപ്പോൾ നോക്കൂ, ഞാൻ ആവർത്തിക്കുകയാണ്. പെട്രോളിന്
30.08 ഡീസലിന് 22.76. അതെങ്ങനെ വന്നു? 2016 UDF ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടായതിനേക്കാൾ ശതമാനം എങ്ങനെ കുറഞ്ഞു? അത് 2018 പിണറായി വിജയൻ സർക്കാർ നികുതി ശതമാനം കുറച്ചതുകൊണ്ടുണ്ടായതാണ്. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കുറവ് വന്നത്. അതിനെപ്പറ്റിയുള്ള ധാരാളം വാർത്തകൾ ഉണ്ട്. ഇതാ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണൂ. Some very interesting news. In the wake of rising prices of petrol and diesel comes this news from Kerala that has slashed the tax on fuel price, with the Kerala cabinet deciding to slash state tax on petrol and diesel in the state to provide relief to the people of the state. And with this, fuel prices in Kerala at least will now come down in the next few days. The rate of the tax cut is going to be revealed in the evening. Sources say that the revised rates will come into effect from the 1st of June. അതേ ഘടന വെച്ചുകൊണ്ടാണ് ഇപ്പോഴും കേരളം നികുതി വാങ്ങിക്കുന്നത്. കൂട്ടിയിട്ടില്ല, കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇനി മറ്റു ചില സംസ്ഥാനങ്ങളുടെ നികുതി ശതമാനം നോക്കണമല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ 32.7%. ഞാൻ പെട്രോളിൻ്റെയാണ് പറയുന്നത്. കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന രാജസ്ഥാനിലോ അത് 36%. ഇനി BJP ഭരിക്കുന്ന നമ്മുടെ തൊട്ടയൽ സംസ്ഥാനം കർണാടകയിലോ അത് 35.1%. നിങ്ങൾ നോക്കൂ. ഇതെല്ലാമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ നികുതി ശതമാനം LDF സർക്കാർ കുറച്ചതുകൊണ്ട് മാത്രം ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കുറവായി നിൽക്കുകയാണ്. ഇപ്പോഴും ഇവർ പറയുന്നത് ഇതിൽ നിന്നും കുറയ്ക്കണം എന്നല്ലേ? അതെന്തൊരു ദുഷ്ടലാക്കാണ്. കോൺഗ്രസിന്റെ ആളുകൾ ഈ കാര്യത്തിൽ BJPയെ തെല്ലും കുറ്റപ്പെടുത്തുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 4 ദിവസം മുന്നെയാണ് അഖിലേന്ത്യാ തലത്തിലെ കോൺഗ്രസിന്റെ പുലിക്കുട്ടികളിൽ ഒരാൾ, AICC ജനറൽ സെക്രട്ടറി ഒക്കെയാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്നയാളാണ്. അദ്ദേഹം BJPയിൽ ചേർന്ന ഉടൻ പറഞ്ഞു ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പാർട്ടി BJPയാണ്. നന്നായി. കേരളത്തിലെ ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്ക് BJPയുമായി യോജിക്കാൻ കഴിയുമെങ്കിൽ ഐ വിൽ ഗോ വിത്ത് BJP. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, മലയാളമാകുമ്പോഴേ പ്രശ്നമുള്ളൂ. ഞാൻ BJPയുടെ കൂടെ പോകും എനിക്ക് തോന്നിയാൽ എന്ന് പറഞ്ഞ ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് BJPയെ വിമർശിക്കില്ല. എന്തുകൊണ്ട്? നാളെ ആ ക്യാമ്പിലേക്ക് പോകാനുള്ളതാണ്. ഒരു കട്ടിൽ അവിടെ ഒഴിച്ചിടണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്നില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? നോക്കൂ, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് അത് ആരോ ഭരിക്കട്ടെ, അതെന്താ കുട്ടിക്കളിയാ? സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ വിഭവങ്ങൾ വേണ്ടേ? ധാരാളം ചെലവുകളുണ്ട്. ഈ ചെലവുകൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകൾ മീറ്റ് ചെയ്യുക? കഴിഞ്ഞ 10-20 വർഷക്കാലമായി പുതിയ നയങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എല്ലാം വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെയും അതെ. ഉള്ള വരുമാനം കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറഞ്ഞു, അതിലൊന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ മദ്യം വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനമാണ്. പിന്നെ ലോട്ടറി, രജിസ്ട്രേഷൻ, അങ്ങനെ നാമമാത്രമായ വരുമാന സ്രോതസ്സുകളാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അതുകൂടി ഇല്ലാതാക്കണം എന്നത് രാഷ്ട്രീയമായൊരു ദുഷ്ടലാക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയാലോ, ആ വരവ് നിലച്ചാലോ സംസ്ഥാനം പ്രതിസന്ധിയിലാവും. സർക്കാരിന് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനാവില്ല. ജനങ്ങളുടെ രോഷം ഈ സർക്കാരിനെതിരായി വരും. ഈ ലക്ഷ്യമാണ് BJPയെയും കോൺഗ്രസിനെയും നയിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ BJP നിരന്തരം പറയുന്ന ഒരു കാര്യം എന്താ? നവമാധ്യമങ്ങളിലൊക്കെ
എന്തുകൊണ്ട് GSTയിൽ പെട്രോളിനെ ഡീസലിനെ പെടുത്തുന്നില്ല? ആരാ പെടുത്തേണ്ടത്? അപ്പോ കേരളം എതിർത്തത് കൊണ്ടാണത്രേ. അയ്യോ, ഇവർ ഇക്കാലം വരെ പറഞ്ഞിരുന്നത് എന്താ? നിങ്ങളൊക്കെ ആരാണ്? വെറും പുല്ല്, ചവറ്. ചുവന്ന കൊടി കാണണമെങ്കിൽ കോയമ്പത്തൂര് വിട്ടാൽ, ഈ തലക്കിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ലേ? നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചവർ ഇപ്പൊ പറയാണ് GST കൗൺസിലിൽ കേരളത്തിന്റെ എതിർപ്പ് കാരണമാണ് ഇത് നടക്കാത്തത്. ആരെങ്കിലും വിശ്വസിക്കുമോ? കേരളം എതിർത്താൽ GST കൗൺസിലിൽ ഈ തീരുമാനം കേന്ദ്രം എടുത്തിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാതെ പോകുമോ? പൊതുവിൽ സംസ്ഥാനങ്ങൾ അംഗീകരിക്കുന്നില്ല. കേന്ദ്ര സർക്കാരും പറഞ്ഞു, നിർമ്മല സീതാരാമൻ ആവർത്തിച്ച് പറഞ്ഞു, പെട്രോൾ ഡീസൽ വിലകൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരില്ല. എന്താ കാരണം? സംസ്ഥാനങ്ങളുടെ വിഭവ സ്രോതസ്സുകളിൽ ഒന്നാണ് അത് എന്ന് അവർക്കറിയാം. ഇതിങ്ങനെ വാട്സപ്പിൽ തള്ളിമറയ്ക്കലല്ലോ ഭരണം. അവസാനം കഴിഞ്ഞ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു, ശരി, നിങ്ങൾ GSTയിൽ കൊണ്ടുവരും, നമുക്ക് പ്രയാസമില്ല. പക്ഷെ എന്തു വേണം? അതിന് തക്കതായ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണം. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ അത് നോട്ടടിച്ച് മാത്രം ഉണ്ടാകുന്ന പണമല്ല. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ കൂടി ചേർന്നതാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാനങ്ങൾക്ക് തിരികെ പണം ലഭിക്കണമെങ്കിൽ അത് പാകിസ്ഥാനിൽ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, ശ്രീലങ്കയിൽ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാർ നൽകണം. അത് ഔദാര്യമല്ല. അതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTക്ക് കീഴിൽ വന്നാൽ നമുക്ക് വിരോധമില്ല, നിങ്ങൾ കൊണ്ടുവന്നോളൂ. പക്ഷേ അതിന് കോമ്പൻസേഷൻ തരണം. നിലവിലുള്ള GSTയുടെ തന്നെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തത് കൊണ്ടുകൂടിയാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ലേ വാസ്തവം? ഇതിന്റെ കൂടെ തന്നെ LPGയുടെ കാര്യം കൂടി നാം നോക്കണം. നമ്മുടെ പാചകവാതകം, അതിന്റെ വില എത്രയാണ്? 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ 410 രൂപ ഗാർഹിക ഉപഭോക്താക്കളുടെ ഒരു സിലിണ്ടറിന്. ഇപ്പോഴോ 950 മുകളിലായി. ഇവർ വലിയ പ്രചരണം നടത്തുകയാണ്, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഫ്രീ ആയി കൊടുക്കണമെന്ന്. അതിന്റെ എല്ലാം കാര്യം എന്താ? നോക്കൂ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു BJP അനുഭാവിക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഗ്യാസിന്റെ സബ്സിഡി അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവുമില്ല. സബ്സിഡി വെട്ടിക്കുറച്ചു, വലിയ തോതിൽ വിലവർധന ഉണ്ടായി. അതിന്റെ പേരിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പണം, ലാഭം കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിക്ഷേപത്തോട് കൂട്ടിച്ചേർത്തിരിക്കാൻ. എന്താണ് പാചകവാതകത്തിന്റെ സബ്സിഡി നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണമുണ്ട്. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പാചകവാതക സബ്സിഡിക്ക് കഴിഞ്ഞ വർഷം വെച്ചതിനേക്കാൾ തുക കുറച്ചാണ് വെച്ചിട്ടുള്ളത്. 12,995 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷമോ അത് 40,915 കോടിയായിരുന്നു. സിമ്പിളാണിത്. ഇത്രയും ഭീമമായ തുക സർക്കാർ വെട്ടിക്കുറച്ചപ്പോ എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടുകളിൽ ഗ്യാസിന്റെ സബ്സിഡി കാശ് കയറില്ല. ഞാൻ BJPയുടെ സുഹൃത്തുക്കളോട് വീണ്ടും ചോദിക്കട്ടെ, ഈ വിധം നമ്മുടെ നാട്ടിലെ പരമദരിദ്രരായ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ ഗ്യാസിന്റെ സബ്സിഡി ഒരു ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് നിങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല? നിങ്ങൾ അതിൽ സന്തുഷ്ടരാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയത്തിന് മുകളിൽ സംസ്കാരം വരുന്നതിന്റെ ബുദ്ധിമുട്ടാണിത്. രാഷ്ട്രീയം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്, നിത്യനിദാന കാര്യങ്ങളാണ്. അതിനു മുകളിൽ മതം വന്നാൽ, വിശ്വാസം വന്നാൽ, ആചാര അനുഷ്ഠാനങ്ങൾ വന്നാൽ, സംസ്കാരം വന്നാൽ, അടുക്കള പൂട്ടിയാലും മതം നിലനിൽക്കണം, ആചാരം നിലനിൽക്കണം എന്ന് കരുതും. നിങ്ങളിപ്പോൾ ആ മട്ടിൽ ചിന്തിക്കുകയാണ്. എന്നിട്ടോ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. അതെന്താണ് എന്നല്ലേ? എന്തുകൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ
ഈ വിധം ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ തങ്ങൾക്കെതിരാകും എന്ന് കരുതാനുള്ള സാമാന്യമായ ബോധം തീർച്ചയായും BJP-യുടെ നേതാക്കൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. എന്നാലും സാമാന്യമായൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ധാരണ കൊണ്ട് ജനങ്ങളുടെ പൾസെല്ലാം മനസ്സിലാക്കാൻ അവർക്കും സാധിക്കും. അവർ നിസ്സാരപ്പെട്ട രാഷ്ട്രീയക്കാരൊന്നുമല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ കടുങ്കൈ ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. കേന്ദ്ര സർക്കാർ പലവിധ കാരണങ്ങളാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ്. കൊറോണയുടെയൊക്കെ പശ്ചാത്തലം തീർച്ചയായും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. നോട്ട് നിരോധനം പോലെയുള്ള തലതിരിഞ്ഞ നയങ്ങളുടെ പ്രത്യാഘാതങ്ങളുണ്ട്. 2019 നരേന്ദ്രമോദി വേറൊരു പണി പറ്റിച്ചു. അദ്ദേഹം അമേരിക്കയിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സെപ്റ്റംബർ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ട്രംപിനെ ജയിപ്പിക്കാൻ മൂപ്പര് സ്ക്വാഡ് വർക്കൊക്കെ നടത്തി. നമ്മളിവിടെ ഇലക്ഷനിലൊക്കെ നടത്തില്ലേ എന്ന പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ഇന്ന ആളെ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ മൂപ്പര് പറഞ്ഞൊരൊറ്റ കാരണം കൊണ്ട് ജനങ്ങൾ ട്രംപിനെ തോൽപ്പിച്ചു കളഞ്ഞു. പോട്ടെ, അത് വേറൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഹൂസ്റ്റണിൽ മോദിയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഹൂദി മോദി എന്നെന്തോ പറഞ്ഞിട്ട് എന്തോ അങ്ങനെ ഒരു പേരാണ്. ആ പരിപാടിയുടെ 2 ദിവസം മുൻപ് നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി. അത് കോർപ്പറേറ്റ് ടാക്സിൽ ഇന്ത്യ ഗവൺമെന്റ് ഇളവ് നൽകുന്നു എന്നുള്ളതായിരുന്നു. കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റുകൾ അവരുടെ വരുമാനത്തിൽ നിന്ന് സർക്കാരിന് കൊടുക്കുന്ന വിഹിതമാണ്. അതൊരു വലിയ ട്രഷറിയിലേക്കുള്ള ഒരു വലിയ വരുമാന മാർഗമാണത്. എത്രയാണ് സർക്കാർ കുറച്ചത്? 30% നിന്ന് 22% കുറച്ചു. പുതിയതായി തുടങ്ങുന്ന വ്യവസായം ആരംഭിക്കുന്ന കമ്പനികൾക്ക് 25% നിന്ന് 15% കുറച്ചു. എന്തിനാണ് ഇങ്ങനെ കുറയ്ക്കുന്നത് എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇങ്ങനെ കുറച്ചാൽ വലിയ തോതിൽ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ വർഷം നമ്മുടെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധിയിലായിരുന്നു. 91 ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രത്യാഘാതം എന്ന നിലയ്ക്ക് കൂടി അത് കണക്കാക്കപ്പെടുകയുണ്ടായി. GDP-യുടെ വളർച്ചാ നിരക്ക് 4.5% കുറഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് മറികടക്കാൻ, എക്കണോമി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വിദേശ സ്വദേശ കമ്പനികളുടെ വലിയ ഇൻവെസ്റ്റ്മെന്റിന് ഞങ്ങൾ ഇത് ധീരമായൊരു നടപടി. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചു. എന്താ ഉണ്ടായത്? നേരത്തെ പെട്രോളിന്റെ വില തീരുമാനിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ എന്താണോ ലക്ഷ്യം പറഞ്ഞത് ആ ലക്ഷ്യം ചീറ്റിയതുപോലെ ഈ ലക്ഷ്യവും ചീറ്റി. പറഞ്ഞൊരു ഗുണം ഉണ്ടായില്ല, ദോഷം ഉണ്ടാവുകയും ചെയ്തു. അതെന്താ? 2019 തന്നെ 1.45 ലക്ഷം കോടിയുടെ നഷ്ടം കേന്ദ്ര സർക്കാരിനുണ്ടായി. ഭീമമായ സംഖ്യ, വരവ് നിന്നുപോയില്ലേ? ഈ സാമ്പത്തിക വർഷമോ അതിനേക്കാൾ അധികം 2 ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് നൽകിയൊരു ഇളവാണ്. ഇളവ് നൽകാതെ തന്നെ അവർ നൽകേണ്ടുന്ന നികുതി കൃത്യമായി പിരിച്ചെടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഇന്ത്യയിലെ വൻകിട കമ്പനികൾ നൽകേണ്ട നികുതി സർക്കാർ പിരിച്ചെടുക്കുന്നില്ല. ആകെ ലഭിക്കേണ്ട നികുതിയുടെ 50-55% മാത്രമാണ് പിരിക്കുന്നത്. സ്വാഭാവികമായും ഖജനാവ് കാലിയാവും. അപ്പോൾ അതിനെ മറികടക്കാനുള്ള മാർഗം എന്താ? 2 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ അവരുടെ തലയിൽ വിഭവങ്ങളില്ല, അവരുടെ കയ്യിൽ പ്രത്യയശാസ്ത്രമില്ല. എന്താ 2 കാര്യം? ഒന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ അധിക നികുതി ചുമത്തുക. ഭാഗ്യത്തിന് ഇപ്പോ ക്രൂഡ് ഓയിലിന്റെ വില താരതമ്യേന കുറഞ്ഞു നിൽക്കാൻ. അത് നമ്മുടെ ആരുടെയും കാരണം കൊണ്ടല്ല, ഇതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. ആ സാഹചര്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കേണ്ടതിന് പകരം തങ്ങളുടെ തലതിരിഞ്ഞ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പാപ്പരായ ട്രഷറിയെ നിറയ്ക്കാൻ
അധിക നികുതി ചുമത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടി. രണ്ടാമത്തെ പരിപാടിയോ, അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തൊലയ്ക്കലാണ്. ഈ രണ്ട് മാർഗങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കുക എന്ന കേന്ദ്ര സർക്കാർ നയം BJP നടപ്പാക്കുന്നു. എന്തുകൊണ്ടാണ് BJPയെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിമർശിക്കാത്തത്? ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. എന്താണ് സ്വകാര്യവൽക്കരണ നയങ്ങൾ? സ്വകാര്യവൽക്കരണ നയങ്ങൾ എന്ന് വെച്ചാൽ പുതിയതായി ഒരു സ്വകാര്യ മുതലാളി കമ്പനി തുടങ്ങുന്നു എന്നല്ല കേട്ടോ, അങ്ങനെ കരുതരുത്. പിന്നെയോ, സർക്കാരിന്റെ സമ്പത്തിനെ, പൊതുമുതലിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ആഗോളവൽക്കരണ നയങ്ങളുടെ തന്നെ സിദ്ധാന്തപരമായ ഒരു കാര്യം ഡൗൺ സൈസിങ് ദ ഗവൺമെന്റ് എന്നുള്ളതാണ്. സർക്കാരിനെ ചെറുതാക്കുക. സർക്കാർ എന്ന് വെച്ചാൽ മന്ത്രിസഭയിലെ 19 അംഗങ്ങൾ എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിലെ 100 150 എത്രയാണെന്നറിയില്ല, അത്രയും അംഗങ്ങൾ എന്നല്ല അർത്ഥം. സർക്കാർ എന്ന് വെച്ചാൽ സർക്കാർ ചെലവിൽ നടക്കുന്ന സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നുകൂടിയാണ് അർത്ഥം. അതിനെ കുറയ്ക്കുക. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇതുപോലെയുള്ള പൊതുസേവന മേഖലകളിൽ സർക്കാരിന്റെ സാന്നിധ്യം കുറച്ചു കൊണ്ടുവന്നാലോ, ആ മേഖലയിലേക്ക്, ആ ഇടങ്ങളിലേക്ക് സ്വകാര്യ മൂലധനത്തിന് എളുപ്പത്തിൽ കയറി ചെല്ലാനാകും. ഇതാണ് വലതുപക്ഷ നയങ്ങൾ എന്ന് പറയുന്നത്. ഈ നയങ്ങളാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ അടിസ്ഥാന കാരണം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ നയങ്ങളുടെ എതിർദിശയിൽ നിൽക്കുന്നതാണ്. പൊതുചെലവുകൾ വർദ്ധിപ്പിക്കുക, സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിക്കുക എന്ന ബദലാണ് ഇതിന് പകരമായി ഇടതുപക്ഷത്തിന് വെക്കാനുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ എവിടെ ഭരിക്കുന്നു, എത്രയുണ്ട് എന്നത് അത്ര പ്രസക്തമായ കാര്യമല്ല. ഇനി നിങ്ങൾ പറയൂ, ഈ കാര്യത്തിൽ ഇടതുപക്ഷമാണോ, BJP ആണോ, കോൺഗ്രസ് ആണോ കള്ളം പറയുന്നത്?